ഹായ് ഡിയേഴ്സ്, ആര്യാണ് ഫ്രം ആരിസോൺ. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി നമ്മുടെ ഹെയർ ടിപ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഇന്നൊരു ഡ്രിങ്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഡ്രിങ്ക് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും വെളുക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ ബോഡിയും ഫേസും ഒക്കെ നല്ല വെളുത്ത് തുടുത്ത് ഗ്ലോ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ടുള്ളൊരു ജ്യൂസിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇത് മസ്റ്റ് ട്രൈ ആണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഇത് രണ്ടാഴ്ച കഴിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ റിസൾട്ട് അപാരമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരുപാട് പൈസയൊക്കെ കൊടുത്തിട്ട് നമ്മൾ മുകളിലേക്ക്, അതായത് സ്കിന്നിന് മുകളിലേക്ക് ഓരോ സംഭവങ്ങൾ റെഡിയാക്കാറുണ്ട്. അതൊന്നും ഇല്ലാതെ നമ്മുടെ സ്കിൻ വൈറ്റ് ആക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല അടിപൊളി ജ്യൂസാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരൊറ്റ സാധനം മാത്രം മതി. കാരണം നമ്മുടെ ബീറ്റ്റൂട്ടാണ് കേട്ടോ. ബീറ്റ്റൂട്ട് മാത്രം നമ്മൾ വെറും വയറ്റിൽ ജ്യൂസ് അടിച്ച് ഒരു 2 ആഴ്ച അടുപ്പിച്ച് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് നല്ല റിസൾട്ട് കിട്ടും. പക്ഷേ ബീറ്റ്റൂട്ടിൻ്റെ ചൊവ ആർക്കും അത്ര ഇഷ്ടപ്പെടാറില്ല. അപ്പോൾ ആ ചൊവയൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ക്യാരറ്റും ആപ്പിളും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ഈ ക്യാരറ്റും ആപ്പിളും ഒക്കെ നമുക്ക് കോസ്റ്റ്ലി ആകും. അപ്പോൾ അതില്ലാണ്ട് തന്നെ എത്ര സാധാരണക്കാർക്കും കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ബീറ്റ്റൂട്ട് മാത്രം നമ്മൾ ഒരു ചെറിയ പഴമോ എന്തെങ്കിലും ചേർത്തിട്ട് ജ്യൂസ് അടിച്ച് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഒത്തിരി ഫലം കിട്ടും. ഇപ്പോൾ ബീറ്റ്റൂട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ കറുത്ത മുന്തിരി ഉണ്ടെങ്കിൽ രാത്രി വെള്ളത്തിലിട്ട് വെക്കുക, അതിനുശേഷം രാവിലെ പിഴിഞ്ഞ് വെറും വയറ്റിൽ കഴിച്ചാലും നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഇതൊക്കെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു ജ്യൂസാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടി ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ആപ്പിൾ എടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആപ്പിൾ നമുക്ക് തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ക്യാരറ്റ് മാത്രമായിട്ടാണ് നമ്മൾ ജ്യൂസ് അടിച്ചിട്ട് ഒരു 2 ആഴ്ചയൊക്കെ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൽ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ജ്യൂസ് എങ്ങനെയാണ് അടിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. വീഡിയോയിലേക്ക് പോകുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ ആമസോണിൽ നിന്ന് 2 ഡ്രസ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് വന്നിട്ട് ഈ ഒരു ടോപ്പാണ് കേട്ടോ. രണ്ട് തട്ടായിട്ടാണ് ഈ ഒരു ഡ്രസ്സ് ഉള്ളത്. ഒരുപാട് തവണ നമുക്ക് കഴുകി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല മെറ്റീരിയലാണ്. അതുപോലെ തന്നെ നല്ലൊരു കളർഫുള്ളാണ്. പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഇതിൻ്റെ നെക്ക് കുറച്ച് വൈഡാണ് എങ്കിലും നമ്മൾ ഇട്ട് വരുന്ന സമയത്ത് അത്ര വൃത്തിയുടെ കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ജീൻസിൻ്റെ കൂടെയും അതുപോലെ തന്നെ ലെഗിൻസിൻ്റെ കൂടെയും ഒക്കെ നമുക്കിത് ട്രൈ ചെയ്യാം കേട്ടോ. പിന്നെ വന്നിട്ട് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ഇതിൻ്റെ സ്ലീവാണ്. നല്ലൊരു ഭംഗിയുള്ള ഒരു 3/4 സ്ലീവാണ് ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ളത്. എനിക്കിത് നന്നായിട്ട് ഇഷ്ടമായി. കാരണം ഇത് നല്ലൊരു കളർഫുള്ളാണ്. നമുക്ക് ഏതുതരം ഷോളും അതുപോലെ തന്നെ ഏതുതരം ജീൻസും നമുക്കിതിൻ്റെ കൂടെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു എന്താ പറയുക നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ. പിന്നെ നമുക്ക് കോളേജിൽ പോകുന്ന കുട്ടികൾക്കും സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രസ്സ് കൂടിയാണ്. അപ്പോൾ ഇത് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം. ആവശ്യക്കാരൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി മറക്കരുത്. നല്ല ഡ്രസ്സാണ്, ഒത്തിരി വിലയും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് കൂട്ടാവുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് 2 തട്ടിൽ നല്ല എന്താ പറയുക ഫ്ലെയറിലാണ്, നല്ല ചുരുക്കൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് ഫ്ലെയറിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ വന്നിട്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ബനിയനാണ് കേട്ടോ. ഇതിന് എന്താ പറയണത്, ജേഴ്സി സെറ്റ് അങ്ങനെ എന്തോ ആണ് പറയുന്നത്. സംഭവം നല്ല കിട്ടുവാണ്. ഞാൻ ഇത് ഓർഡർ ചെയ്യുമ്പോൾ ഇത്രയ്ക്ക് നല്ലതായിരിക്കും എന്ന് പ്രതീക്ഷിച്ചില്ല. വന്ന് കഴിഞ്ഞപ്പോഴാണ് ഇത് ഇത്രയ്ക്ക് നല്ലതാണ് എന്ന് അറിയാൻ സാധിച്ചത്. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഇത് യൂസ് ചെയ്യാം. പിന്നെ വന്നിട്ട് ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ ഈ കോളർ ഭാഗത്ത് വരുന്ന ഈ ബ്ലാക്ക് വൈറ്റ് കോംബോ ആണ്. അതുപോലെ തന്നെ അടിഭാഗത്തുമായിട്ട് അതേ കോംബോ തന്നെ വന്നിട്ടുണ്ട്. ഒരു പീസ് വർക്ക് പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഹൈലൈറ്റ് ഈ ഒരു ബട്ടൺസ് ആണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു വൈറ്റ് സ്ലീവിന് താഴെയായിട്ട് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൂടി വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും നല്ല മെറ്റീരിയലിൽ നമുക്ക് എപ്പോഴും കഴുകി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഒരു ബനിയനാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ ഇനി വാങ്ങിക്കുന്ന സമയത്ത് കറക്റ്റ് അളവിലുള്ളത് വാങ്ങിക്കാതെ തൊട്ട് മുകളിലുള്ള സൈസ് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഞാൻ ആദ്യം വന്നത് എനിക്ക് കുറച്ച് ടൈറ്റായിട്ട് തോന്നി. പിന്നീട് രണ്ടാമതാണ് ഞാനിത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട്, അതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ പീസായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ജ്യൂസ് മേക്കർ ഉണ്ടെങ്കിൽ അതിലിട്ട് നിങ്ങൾക്ക് അടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അതില്ല എന്നോർത്ത് ഒരു പ്രശ്നമില്ല കേട്ടോ. നമ്മുടെ മിക്സിയിലിട്ട് നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ അടിച്ചു കുടിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ടേസ്റ്റ് മാറാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇതിനകത്തേക്ക് ഒരു ആപ്പിൾ ടേസ്റ്റ് മാറാൻ വേണ്ടി മാത്രമല്ല കുറച്ചും കൂടെ നല്ല റിസൾട്ട് കിട്ടുന്നത് കൂടിയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇതിൻ്റെ കൂടെ ബീറ്റ്റൂട്ട് മാത്രം അടിച്ചു കുടിച്ചാൽ മതി. പിന്നെ എപ്പോഴും നമ്മൾ ജ്യൂസ് കുടിക്കുന്ന സമയത്ത് പഞ്ചസാര അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ ശരീരത്തിന് നല്ലതിന് വേണ്ടിയിട്ടാണ്, കളർ വെക്കാനും ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ജ്യൂസ് കുടിക്കുന്നത്. ഈ ജ്യൂസ് കുടിക്കുന്ന സമയത്ത് നമ്മൾ പഞ്ചസാര ഒട്ടും യൂസ് ചെയ്യാതിരിക്കുന്നത് ാണ് നല്ലത്. പഞ്ചസാര നമ്മുടെ ശരീരത്തിൽ നല്ലതല്ല. പിന്നെ വണ്ണം കുറക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പഞ്ചസാര അവോയ്ഡ് ചെയ്യുക. പഞ്ചസാരയുടെ കൂടെ വൈറ്റ് കളർ ഫുഡ്, അതായത് ചോറ്, ഉപ്പ്, പാല്, അങ്ങനെ വെള്ള സംഭവങ്ങളൊക്കെ അവോയ്ഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ വണ്ണം കുറച്ച് നല്ല സ്ലിമ്മായിട്ട് ആരോഗ്യപരമായിട്ടിരിക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ജ്യൂസ് അടിക്കുന്ന സമയത്ത് പഞ്ചസാര സ്കിപ്പ് ചെയ്യുക. തേനുണ്ടെങ്കിൽ കഴിക്കാൻ ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ആ ബീറ്റ്റൂട്ടിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു മധുരത്തിൽ തന്നെ നിങ്ങൾ കഴിക്കുക കേട്ടോ. അപ്പോൾ നമുക്കിനി ഈ ഒരു നേരത്തെ കഴുകിയെടുത്ത ആ ബീറ്റ്റൂട്ട് പീസിൻ്റെ കൂടെ ഈ ക്യാരറ്റും അതുപോലെ തന്നെ ഈ ആപ്പിളിൻ്റെ ഒരു പീസും കൂടെ ഇടാം. ആപ്പിൾ ഇല്ലെങ്കിൽ ഞാൻ പിന്നെയും പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പഴം യൂസ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബീറ്റ്റൂട്ട് മാത്രം അടിച്ചു കുടിച്ചാൽ മതി കേട്ടോ. അത് അങ്ങനെ തന്നെ അടിച്ചു കുടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഒരു കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ കഴിക്കാം. ഇതാണ് ഏറ്റവും ബെസ്റ്റ്. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ മധുരം വേറെ ഒന്നും ചേർത്തിട്ടില്ല. നമ്മുടെ ബീറ്റ്റൂട്ടിന്റെ മധുരമുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മുന്തിരിയുടെ മധുരം കൂടിയുണ്ട്. ഏറ്റവും ടേസ്റ്റി ആയിട്ട് കുടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇതിനകത്തേക്ക് പഴം, ഞാലിപ്പൂവനോ ചിങ്ങമ്പഴമോ ഏത്തപ്പഴമോ ഇട്ട് അടിച്ചെടുക്കുകയാണ്. ഇതേപോലെ ഒന്ന് അരിച്ചെടുക്കുക കേട്ടോ. ഞാൻ ഇത് നന്നായിട്ട് ഒന്ന് അരിച്ചെടുക്കുന്നു. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഓരോരോ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് മാറ്റുകയും കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പൊ ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. കുറച്ചുകൂടി ബെറ്റർ ആണ്. കുറച്ചൊരു പഴം ഇട്ടടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ